ഉണ്ണിയാചാര്യൻ്റെ പോയാ ഉണ്ണിയാചാര് ആദ്യം എന്നോട് പറഞ്ഞ് നമ്മുടെ ഉണ്ണി 10,000 രൂപ നമ്മുടെ ഉണ്ണിയെ മദ്രസ പണിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഹിജാബ് ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികൾ പഠിക്കുന്ന മദ്രസയ്ക്ക് ഉണ്ണി 10,000. ഇതാണ് നമ്മുടെ കേരളം. പള്ളുരുത്തി സ്കൂളിലെ തലയിൽ തട്ടമിട്ട് തൻ്റെ മുമ്പിലോട്ട് വരുന്ന വിദ്യാർത്ഥിയോട് ആ തലയിലെ തട്ടമൂരാൻ നിർബന്ധിച്ച് തൻ്റെ മുമ്പിൽ വന്ന ഒരു വിദ്യാർത്ഥിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാട്ടാള ചിരിയുമായി നിൽക്കുന്ന ചില ആളുകളുടെ ഇടയിൽ ഞാനൊക്കെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണ്. ഞാനവിടെ തലയിൽ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാരെ കണ്ടിട്ടുണ്ട്. അവർ കരുണയും സ്നേഹവും ദയയുമുള്ള നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചവരാണ്. മുസ്ലിം വിദ്യാർത്ഥിയാണ് ഞാൻ പഠിച്ചത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം സെൻറ് മേരീസ് ഹൈസ്കൂളിലാണ്, സെൻറ് ജോസഫ് LP സ്കൂളിലാണ്, സെൻറ് തോമസ് UP സ്കൂളിലാണ്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും കോൺവെൻറ്റ് സ്കൂളിലാണ്. ഞാൻ ധാരാളം കന്യാസ്ത്രീകളെ കണ്ടു. സിസ്റ്റർ സിബിയെ, സിസ്റ്റർ ഏഞ്ചലിനെ, അങ്ങനെ ധാരാളം കന്യാസ്ത്രീകളെ. അവരൊക്കെ ആ സ്കൂളിൽ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ നാമമാത്രമായ വിദ്യാർത്ഥികളാണ്. പക്ഷെ അവരുടെയൊക്കെ സ്നേഹം, അവരുടെ തലോടൽ, അവരുടെ കരുതൽ, അതെല്ലാം അനുഭവിച്ച് വളർന്ന എനിക്കൊന്നും ഇവരുടെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പളിൻ്റെ ആ അസുര ചിരിയെ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ നാടിങ്ങനെയായി പോയത്? പക്ഷെ ആശ്വാസം എവിടെയെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയുടെ മകന് നന്ദി അറിയിച്ചു കൊണ്ട് തുടങ്ങുന്ന ഒരു പത്രസമ്മേളനത്തിൽ ആ പ്രിൻസിപ്പളിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ചേരേണ്ടവർ തമ്മിൽ ചേർന്ന ഒരു നാടകത്തിൻ്റെ പരിണിത ഫലമാണത്. പക്ഷേ ആ കുട്ടിക്ക് വീണ്ടും ഞങ്ങളുടെ വേറൊരു കോൺവെൻറ്റ് സ്കൂളിലേക്കാണ് ആ കുട്ടി അവിടെ നിന്ന് TC എടുത്ത് ചേർക്കുന്നത്. അവർ പറയുന്നത് പള്ളുരുത്തിയിലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി തട്ടമിട്ട് ഹിജാബിട്ട് അവൾക്ക് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാമെന്ന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂൾ തന്നെയാണ് അവളെ വീണ്ടും മാടി വിളിക്കുന്നത്. ഒരു ഭാഗത്ത് രാക്ഷസന്മാർ പണം വിടർത്തുമ്പോൾ മറുഭാഗത്ത് ദേവന്മാരുടെ സമീപനം ഉണ്ടാകുന്നത് നമ്മുടെ ഈ കാലത്ത് നമ്മൾ കാണുകയാണ്. ഇതൊന്നും ഈ കേരളത്തിൻ്റെ ഉള്ളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ വർഗീയെ കത്തിജ്വലിപ്പിക്കാൻ കാണുന്നതിലെ ഉപായം. പക്ഷേ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടിമാരെ, ഞാനവരെ ഏറ്റവും സ്നേഹിക്കുന്നത് കൊണ്ട് പറയാൻ, നിങ്ങളതിൽ ബലിയാടുകളാകരുത്. നിങ്ങളതിൻ്റെ ആളുകളായി മാറരുത്. ഈ ശിരോവസ്ത്രം ഉത്തരാഖണ്ഡിലും ഉത്തരേന്ത്യയിലും ഈ ശിരോവസ്ത്രത്തിൻ്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, നിങ്ങളുടെ 2 സഹോദരിമാരെ ആൾക്കൂട്ടം ആക്രമിച്ചപ്പോൾ, അവർ പോലീസ് സ്റ്റേഷനിൽ അടക്കപ്പെട്ടപ്പോൾ ആ ശിരോവസ്ത്രത്തെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കണ്ടവരാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മദ്രസയ്ക്ക് ആദ്യം പൈസ തരുന്നത് ഉണ്ണിയാണ്, 10,000 രൂപ. ഞാൻ പറഞ്ഞു, ഉണ്ണി പ്രസംഗം കഴിഞ്ഞ ഉടനെ എനിക്ക് കരിക്കും വെള്ളം തരണം. ഉണ്ണി എന്നോട് പറഞ്ഞു, ഇൻഷാ അല്ലാ തരാം ഉസ്താദേ. ഇൻഷാ അല്ലാ ഉസ്താദേ തരാം. ഉണ്ണി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവനൻ, എല്ലാവരുടെ വീട്ടിലും കാര്യകർത്താവാണ്. അത്രമേൽ നല്ലവനായി എത്രയോ വർഷങ്ങളായി ഈ മുസ്ലിം വീടുകളിൽ ഉണ്ണിക്ക് സ്വതന്ത്രമായി പോകാം. എല്ലാവർക്കും ഉണ്ണിയോട് സ്നേഹമാണ്. അതാണ് ഈ ഒടമലയുടെ, ഈ മലയാള നാട്, ഈ ഒടമലയും മലപ്പുറം ജില്ലയാണ് എന്ന് വെള്ളാപ്പള്ളിയെയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മദ്രസയ്ക്ക് 10,000 രൂപ തന്ന ഈ ഉണ്ണി ഉൾപ്പെടുന്ന ഒടമല മലപ്പുറം ജില്ലയിൽ തന്നെയാണെന്ന് വർഗീയതയുടെ വിഷം പേറുന്ന മറ്റൊരു കുജകുംഭ വിഭൂഷിതനോടുകൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അവിടെ ഉള്ളവർക്ക് കേൾക്കാവില്ലല്ലോ, മനസ്സിലാകുന്നുണ്ടോ? ബാക്കിയിരിക്കുന്നവരൊക്കെ കേൾക്കാവോ? മനസ്സിലാവുന്നവരൊക്കെ ഒന്ന് കൈവക്കി. പറഞ്ഞ മനസ്സിലായോണ്ടായാലും റെഡിയാ. വളരെ പെട്ടെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ ഒരു വിശദമായ പ്രഭാഷണത്തിലേക്കല്ല. എന്തിനാണ് സഹോദരാ പള്ളി ആമുഖങ്ങളില്ലാതെ, ആവർത്തന വിരസതകളില്ലാതെ, ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്, ആവേശത്തോടെ ഭാജ്യം ധരിച്ച് തന്നെ നാട്ടിലൊരു പള്ളി വന്നപ്പോ ഇതേവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
എന്തിനാണ് ഈ പള്ളി എന്നറിയോ? ആ പള്ളി ആർക്കെങ്കിലും ജീവിതത്തിൽ ശുദ്ധി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതേവരെ ചെയ്തു പോയ പാവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ചുറ്റിവരികയും അവസാനം പടച്ചവനെ മറന്ന് നമ്മൾ ജീവിച്ചവനാണെങ്കിൽ, ഓരോരുത്തർക്കും അവന്റെ പാപങ്ങളെ ഇറക്കി വെക്കാൻ, അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ, അവന് പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞു നിലവിളിച്ച് തൗബ ചെയ്ത് ശുദ്ധിയായി അവൻ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ അള്ളാഹു അവന് നൽകുന്ന പരിശുദ്ധമായ ഗേഹമാണ് അള്ളാഹുവിന്റെ മസ്ജിദ് എന്ന് വിശുദ്ധ ഖുർആൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നത്, ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നത്, ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഓരോ പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോ, ആ പാപം മോഷണമാകട്ടെ, വ്യഭിചാരമാകട്ടെ, പലിശയാകട്ടെ, ഏതുമാകട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ വിലക്കിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു പാപം നമ്മൾ ചെയ്യുമ്പോ, ആരുമറിയാത്ത പാപമാണെങ്കിലും ആരാരും അറിയാത്ത പാപമാണെങ്കിലും, ആ പാപം ആരും അറിയാതെ നമ്മൾ ഒളിച്ചു വെച്ചതാണെങ്കിലും, ഒരു പാപം ചെയ്യുമ്പോൾ ആദം സന്തതികളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമത്രേ. ആ കറുത്ത പുള്ളി അങ്ങ് വീണ് കഴിഞ്ഞാൽ, ആ പുള്ളി ഇങ്ങനെ ഓരോ പാപം ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളികൾ വീഴും. അങ്ങനെ വീണു 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 വീണവന്റെ പാപങ്ങൾ ഇങ്ങനെ നിരന്തരമായി ആ പുള്ളികൾ ഓരോന്നോരോന്നായി വർദ്ധിച്ചൊരു മനുഷ്യന്റെ ഹൃദയം കറുത്ത കളറായി മാറുമത്രേ. ആ ഹൃദയത്തിന് പിന്നെ അത് സ്കാൻ ചെയ്താൽ കാണണമെന്നില്ല. ആ കറുത്ത പാടുകളും പാപത്തിന്റെ അടയാളങ്ങളും ഒരു സ്കാൻ മെഷീനിൽ തെളിയണമെന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ മനുഷ്യ, നീ ചിന്തിച്ചതുപോലെയല്ല. ബൽ റാന അലാ ഖുലൂബിഹിം, ആ മനുഷ്യൻ പാപം ചെയ്ത് ആ ഹൃദയം മുഴുവനെ കറുത്തു പോകുന്ന ഒരവസ്ഥയാണ് ഖുർആൻ റാൻ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത്. സൂറത്തു തത്ഫീഫിൽ അല്ലാഹു പറയുന്നുണ്ട്, റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം മുഴുവനെ കറുകറുത്ത് കരി പിടിച്ചതുപോലെയായി. അതെങ്ങനെയാണെന്നറിയോ? അത് അൽഫാമന്തി കഴിക്കാൻ പോയപ്പോ പുകയടിച്ചതല്ല, എവിടെയെങ്കിലും അടുക്കളയിൽ പുകയടിച്ചിട്ട് കറുത്തതല്ല. മാക്കാനൂ യക്സിബൂൻ, അവര് ചെയ്തു പോയ അവരുടെ കസ്ബ് കാരണത്താൽ, ഓരോ സമയത്തും അവര് ചെയ്ത പാപം കാരണത്താലാണ് അവരുടെ ഹൃദയം കറുത്തുപോയത്. ആ ഹൃദയം അങ്ങനെ കറുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഏത് ഉപദേശങ്ങളും അവരുടെ ഹൃദയത്തിലോട്ട് കയറുകയില്ല. എത്രമാനം വകത കേട്ടാലും, എത്രമാനം ഉപദേശം കേട്ടാലും, വാപ്പുപദേശിച്ചാലും മക്കളുടെ ഹൃദയത്തിൽ കയറില്ല. ഭാര്യ ഉപദേശിച്ചാലും ഭർത്താവ് നന്നാവില്ല, ഭർത്താവ് പറഞ്ഞാലും ഭാര്യ നന്നാവില്ല. കാരണം ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട വന്നുപോയി. അത് വന്നാൽ പിന്നീട് നമ്മൾ പറയാറില്ലേ, പിന്നീട് നമ്മൾ തൊട്ടടുത്ത് കിടന്നവൻ, തൻ്റെ തോളിൽ പിടിച്ച് നടന്നു പോകുന്നവൻ പെടഞ്ഞു മരിച്ചു വീഴുന്നത് കണ്ടാലും, മയ്യത്തടക്കയിട്ട് പലിശ വാങ്ങിക്കാൻ പോകുന്നവന്, മയ്യത്തടക്കയിട്ട് മദ്യത്തിൽ രമിക്കുന്നവന്, തൻ്റെ കൂടെ പഠിച്ചവന് സഹപാഠികളുമൊക്കെ മരിച്ചു പെടഞ്ഞു വീഴുന്നത് കാണുമ്പോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്താറ് ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണമെന്താ? അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. പാപങ്ങൾ ചെയ്ത് ഹൃദയം കറുത്തുപോയി. കേവലം നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ടെന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ നൈതികതയില്ല, അവന്റെ ജീവിതത്തിൽ നീതികളില്ല. അവൻ ആ സമയത്ത് ഹറാമായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ഏൽപ്പിച്ച, കച്ചവടത്തിന് വേണ്ടി ഏൽപ്പിച്ചവനെ വഞ്ചിച്ച സ്വത്ത് അവന്റെ കയ്യിലുണ്ട്. അവന്റെ മറ്റൊരാളുടെ, ആങ്ങളയുടെയോ പെങ്ങളുടെയോ കുടുംബത്തിന്റെ സ്വത്തുകൾ അനർഹമായി കയ്യിൽ വെച്ചതവന്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടവൻ ഭക്ഷണം കഴിക്കും തോറും
സഹോദര, ഇതെന്ന് നിസ്സാരമല്ല. ഈ പുതിയ കാലത്ത് മാന്യമായി ജീവിക്കാൻ, മനോഹരമായി ജീവിക്കാൻ, സത്യസന്ധതയോടെ ജീവിക്കാൻ അല്ലാഹു പറയുന്നത് ആദ്യം നമ്മുടെ ഹൃദയത്തിന്റെ കറുപ്പിനെ നമ്മൾ മാറ്റണം. ആ കറുപ്പിരിക്കുന്നിടത്തോളം കാലം കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവൻ പെടഞ്ഞു വീണു മരിക്കുന്നത് കണ്ടാലും അതവന്റെ ജീവിതത്തിലൊരു മാറ്റം വരില്ല. എന്ത് കണ്ടാലും അവൻ നന്നാവില്ല. കൊറോണ വന്നിട്ട് പെടഞ്ഞു മരിച്ചവരെ കണ്ടാലും അതവന്റെ ഹൃദയത്തെ ചഞ്ചലചിത്തമാക്കുകയില്ല. എന്താണ് കാരണം? ഇത്രയേറെ ഉപദേശം പറഞ്ഞിട്ടും കേട്ടിട്ടും മനുഷ്യൻ നന്നാവാത്തതിന്റെ കാരണമെന്താ? ആ കാരണമാണ് ഖുർആൻ പറയുന്നത്, ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം മഗ്ലാലാ ഫഹിയ ഇലൽ അദ്കാരി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഖുർആൻ പറയുകയാണ്, ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം മഗ്ലാലാ, അവന്റെ ചുമലിൽ ഞാൻ കുറെ ചങ്ങലകൾ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട്. ഫഹിയ ഇലൽ അദ്കാരി ഫഹും മുഖ്മഹൂൻ, ആ ചങ്ങലക്കെട്ടുകളിൽ ബന്ധനസ്ഥനായിട്ടവൻ നടന്നു പോവുകയാ. എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന യാസീനല്ലേ സഹോദര, അല്ലാഹു പറയാണ് ആ ചങ്ങലക്കെട്ടിൽ നീ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുകയാ. ഒന്നുകിൽ ആ ചങ്ങലക്കെട്ട് നിന്റെ രാഷ്ട്രീയമാവാം, അതല്ലെങ്കിൽ നിന്റെ സാമ്പത്തികമാവാം, അതില്ലെങ്കിൽ നിന്നെ ആർഭാടത്തോടുള്ള അത്യാഗ്രഹമാവാം. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചാലും പിന്നെ എനിക്ക് സുഖിക്കാൻ കഴിയില്ലല്ലോ എന്ന ബോധമാവാം. അങ്ങനെയുള്ള ചങ്ങലക്കെട്ട് പെങ്ങളെ നമ്മുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കിയാൽ ഇങ്ങനെ ഔറത്ത് മറക്കാതെ നടക്കരുതെന്നറിയാം, തല മറക്കണമെന്നറിയാം, ഈ കാണുന്ന ആട്ടവും പാട്ടവും തെറ്റാണെന്നറിയാം. പക്ഷേ ഞാൻ തലമറച്ച് നടന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും? ഞാൻ പർദ്ദയിട്ടാൽ, എൻ്റെ ശരീരം മറച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ എന്താണ് ചിന്തിക്കുക? ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം മഗ്ലാലാ, അങ്ങനെ ഒരു ചങ്ങലക്കെട്ടിൽ നമ്മൾ ബന്ധനസ്ഥരാവുകയാണ്. യുവാക്കള്, ഞാൻ ഇസ്ലാമായി ജീവിച്ചാൽ എൻ്റെ കൂട്ടുകാരെന്താ കരുതുക? ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പം ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിച്ചാൽ അവരെന്നെ പിന്തിരിപ്പിനെന്ന് പറയുകയില്ലേ? അവരുടെ മുമ്പിൽ എൻ്റെ മേൽവിലാസം നഷ്ടപ്പെടുകയില്ലേ? അല്ലാഹു പറയുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, അവരുടെ മുമ്പിലും ഒരു തടസ്സമുണ്ട്, വമിൻ ഖൽഫിഹിം സദ്ദാ, അവരുടെ പുറകിലും തടസ്സമുണ്ട്. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ അടുത്ത് പറയുന്നത് ഏതെന്നറിയുമോ? സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും, അവരോട് മുന്നറിയിപ്പ് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ് നബിയെ. ഈ മനോഭാവമുള്ളവനോടത്ര ഉപദേശിച്ചിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ഫഹും ലാ യുഅ്മിനൂൻ, അവരെ ഉപദേശിക്കലും ഉപദേശിക്കാതിരിക്കലും കണക്കാണ് നബിയെ. പിന്നെ ആരോടാണ് ഉപദേശിക്കേണ്ടത്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇന്നമാ തുൻദിറു, അങ്ങ് ഉപദേശം നൽകേണ്ടത്, അങ്ങ് മുന്നറിയിപ്പ് നൽകേണ്ടത് നരകത്തെക്കുറിച്ച്, കത്തിക്കാളുന്ന നരകത്തെക്കുറിച്ച്, ഹിസാബിന്റെ ഭീകരതയെക്കുറിച്ച്, മീസാന്റെ കൃത്യതയെക്കുറിച്ച്, സിറാത്തിന്റെ മൂർച്ചയെക്കുറിച്ച്, നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച്, സ്വർഗത്തിന്റെ അശീതളിമയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് ആരോടാണ്? മനിത്തബഅ ദിക്ർ, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുകയും വഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായി ആരുമില്ലാത്ത സമയത്തും പടച്ചവനെ പേടിച്ച് പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാരോ അവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ, എല്ലാം നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ ഹൃദയത്തിന്റെ ഈ പാടയെ നമ്മൾ മാറ്റിക്കളയണം. അല്ലാഹു നമുക്കിതിന് തൗഫീക്ക് നൽകട്ടെ.
അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ പാപങ്ങളുടെ കറകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാവാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഹൃദയത്തിനൊരു പാട വന്നിട്ടുണ്ട്, അതിനെ മാറ്റണം. അതിനെ നിസ്കാരമൊക്കെയുണ്ട്, നോമ്പുണ്ടൊക്കെയുണ്ട്. എന്നാലും കണ്ണുകൾ കാണുന്ന പാപങ്ങൾ, കാതുകൾ കേൾക്കുന്ന പാപങ്ങൾ, നാവുകൾ പറയുന്ന പാപങ്ങൾ, അതിങ്ങനെ വളർന്നു വന്ന് ഹൃദയം ഒരു കറുത്ത കറുത്ത ഒരു കഷണമായി, കരിമ്പാറയേക്കാൾ വലിയ കഷണമായി മാറി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി വശദ്ദു ഖസ്വാ. പാപം ചെയ്ത് അവരുടെ ഹൃദയങ്ങൾ കരിങ്കല്ലിനേക്കാൾ പരിപരുത്തതായി മാറി. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് മൃദുലത തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മഴ ഒതുങ്ങിയ ചെറുതായിട്ട്. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന് മൃദുലത തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. ആർക്കെങ്കിലും ഹൃദയം നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവന് പറ്റിയ സ്ഥലമാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ. അതിനാണ് എൻ്റെ പള്ളിയെ ഞാൻ നിർമ്മിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ പള്ളികളിലോട്ട് കടന്നു വന്ന് ഏകനായ അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളെ കുറിച്ച് പറയാൻ, അള്ളാഹുവേ ഹൃദയത്തിന് വന്ന കറുപ്പിനെ കുറിച്ച് പറയാൻ, അതിനെയെല്ലാം വെളുത്ത് ശുദ്ധമാക്കി എനിക്ക് നിന്നിലേക്ക് അടുക്കാനുള്ള നിർമ്മല ഹൃദയത്തെ നൽകണേ റഹ്മാനെ. നിന്റെ ആഖിറത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയക്കാനും, ഖബറിനെ കുറിച്ച് ഭീതി തോന്നാനും, മരണത്തെ സ്വാഗതം ചെയ്യാനും കഴിയുന്ന ഒരു ഹൃദയത്തെ നീ തരണേ അല്ലാഹ് എന്ന് നമ്മൾ ശുദ്ധീകരിക്കാനുള്ള സ്ഥലമാണ് പള്ളി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പഴയകാലത്തെ മസ്ജിദ് നബവിയുടെ പള്ളി ഉണ്ടല്ലോ, ആ മദീനയിലെ പള്ളിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നുണ്ട്. എന്തിനെന്നറിയോ? ജുമുഅ മുടക്കാനല്ല, പള്ളിയിലെ തല്ലുകൂടാനല്ല. യുവാക്കളെ, നിങ്ങളെപ്പോലെ കരികരുത്ത യൗവനത്തിന്റെ പ്രതീകമായൊരു ചെറുപ്പക്കാരൻ ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നൊരു ചെറുപ്പക്കാരൻ ആവലാതി പറയുന്നുണ്ട്, തഹിർനി യാ റസൂലല്ലാഹ്, നബിയെ എന്നെ ഒന്ന് ശുദ്ധിയാക്കി നബിയെ, ഞാൻ അശുദ്ധനായി പോയി, അഴുക്കന്റെ ജീവിതത്തിൽ പടർന്നുപോയി. തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധനാക്കണേ നബിയെ. മഹാനായ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാതിന് പോയപ്പോ കേറും മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ചെവിയിൽ വന്നിട്ടൊരു സ്വകാര്യം വന്നു, ഉസ്താദ് ഒരു ആഗ്രഹം കൊണ്ട് സാധിപ്പിച്ചു തരുമോ? ഞാൻ എന്തേ? ഇന്ന് ആ മായിസ് റളിയല്ലാഹുവിന്റെ ചരിത്രം എന്ന് പറയൂ. ഞാൻ വേറെ വല്ല മായിസിന്റെ ചരിത്രം എന്ന് പറയോ? ഞാൻ എന്തിനാ മോനെ, എനിക്കൊന്ന് നന്നായിട്ട് കരയാനാണ്. പണ്ടെവിടെയോ എങ്ങോ പറഞ്ഞവൻ കേട്ടിട്ടുണ്ട്. മായിസ് റളിയല്ലാഹുവിന് പള്ളിയിൽ വന്ന എന്തിനാ? കണക്ക് ചോദിക്കാനല്ല, ബക്കറ്റ് വരുവാനല്ല. എന്നെ ഒന്ന് ശുദ്ധിയാക്കണം നബിയെ, ഞാൻ അശുദ്ധനായി. എങ്ങനെ അശുദ്ധനായത്? ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഞാൻ വ്യഭിചരിച്ചു. വ്യഭിചാരിക്ക് ഖുർആൻ കൊടുക്കുന്ന ശിക്ഷ ഏതാ? അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിച്ച പെണ്ണും ആണും ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവര് രണ്ടുപേരിൽ ഓരോരുത്തർക്കും 100 ചാട്ടവാറിന് അടി കൊടുക്കണം. ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീയെ ആദരിക്കണം, അവളെ പെങ്ങളെ പോലെ കണക്കാക്കണം. എല്ലാം ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷേ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എക്സ്ക്യൂസുകളില്ല. 2 പേർക്കും അടി കൊടുക്കണം. ഒരുത്തന് മാത്രമല്ല, ബാക്കിയൊക്കെ ഓക്കെ. 2 പേരും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായാൽ
അടി ആർക്ക് കൊടുക്കണം? അതിനകത്ത് പെണ്ണിന് പ്രിവിലേജ് ഒന്നുമില്ല. സ്ത്രീ ആയതുകൊണ്ട് അവള് പരിശുദ്ധയും പോയ പുരുഷൻ അശുദ്ധനും. ഞാനീ പറയുന്നതിനെ നിങ്ങൾ സമകാലീന ഒരു സംഭവ വികാസമായിട്ട് കൂട്ടിച്ചേർക്കരുത്. ഒന്നാമത് ഇത് ലൈവുണ്ടല്ലേ, ഞായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ശാരീരിക ബന്ധമുണ്ടായാൽ ഏകപക്ഷീയമായി വിധി നടപ്പാക്കാൻ പറ്റില്ല. ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദ, 2 പേർക്ക് 100 വെച്ച് കൊടുക്കണം. അവിടെ ഈ ഇരവാദം അവിടെ പറ്റില്ല. ഇവിടെ ഖുർആന്റെ ഒരു ശൈലിയുണ്ട്. വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിച്ച പെണ്ണും വ്യഭിചരിച്ച ആണും. വ്യഭിചരിച്ച പെണ്ണിനെ ആദ്യം പറയാം. വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ ഖുർആന്റെ തർത്തീബ്, വ്യഭിചാരത്തിൽ സ്ത്രീ ആദ്യം പറയുക, രണ്ടാമത് അസ്സാനി ആണ്. മോഷണത്തെ കുറിച്ച് പറയുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. വസ്സാരിക്കു വസ്സാരിക്കത്തു, വസ്സാരിക്കു മോട്ടിച്ച ആണ്, വസ്സാരിക്കത്തു മോട്ടിച്ച പെണ്ണ്. അപ്പൊ ആ കുറ്റകൃത്യം ഏത് രീതിയിലാണ് വരുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ ആ ഒരു ആ തർത്തീബിൽ തന്നെ പറയുന്നുണ്ട്. മോഷണമാണെങ്കിൽ ആണാണ് ആദ്യം. അതാണ് ഖുർആൻ ഒരു തർത്തീബുണ്ട്. മനുഷ്യന്മാരെ, നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല ഈ ഖുർആൻ. അത് ഒന്നാദ്യം പറഞ്ഞാൽ ആ പറഞ്ഞതിൽ ഒരു പൊരുളുണ്ട്. അള്ളാഹു പറയാണ്, മനുഷ്യനെ പ്രസവിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കേൾവിയും കാഴ്ചയും ഹൃദയവും തന്നില്ലയോ? പ്രസവിച്ചാൽ ഉടനെ ആദ്യം തന്നത് വജഅലലക്കുമുസ്സമഅ, കേൾവി, രണ്ടാമത് കാഴ്ച. ആ ഒരു ക്രമത്തിലുണ്ട്. ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുകയാണ്, കേൾക്കുകയാണ് ചെയ്യുക. കേൾക്കൺ രണ്ടാമതാ കാണുക, കാഴ്ച പിന്നീട് വരിക. വജഅലലക്കുമുസ്സമഅ, ആദ്യം കേൾവി, വൽ ബസറ, രണ്ടാമത് കാഴ്ച. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വജഅലലക്കുമുസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അവിടെ വാവ് വരുമ്പോ ആദ്യം വന്നതേത്, രണ്ടാമത് വന്നതേത്? അതൊക്കെ നെഹുവാണ്. അതൊക്കെ നെഹുവാണ്. വൽഫാഉ ലിത്തർതീബി ബിത്തിസാലി വസുമ്മ ലിത്തർതീബി ബിൻഫിസാലി. ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റിയ വിഷയങ്ങളല്ല. അതങ്ങനെ അതിനകത്ത് വലിയ ഗുണപാഠങ്ങളുണ്ട്. മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബയെ ബദറുദ്ദുജ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ പള്ളിയിൽ 100 കണക്കിന് സഹാബത്തുകളിരുന്ന് ഹബീബിന്റെ സമക്ഷത്തിലിരിക്കവേ അങ്ങകലെ നിന്ന് പരിഭ്രാന്തിയോടെ, വേപതുവോടെ, വിഹുലതയോടെ, വിഭ്രാന്തിയോടെ, ഭ്രാന്തനെ പോലെ മുടിയടിച്ച് താടയിട്ടിട്ടൊരു ചെറുപ്പക്കാരൻ പാഞ്ഞു വരുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മസ്ജിദ് ആയിഷയ്ക്കൊക്കെ മാതൃക നൽകിയ 1500 വർഷങ്ങൾക്കപ്പുറം ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരിയുണ്ടാക്കിയ, ആകാശത്ത് മഴ പെയ്താൽ മഴത്തുള്ളികൾ മുഴുവനും ഈത്തപ്പന മരത്തിന്റെ ഓലക്കാതുകൾക്കിടയിലൂടെ താഴോട്ട് വീണ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാർപ്പറ്റ് വിരിക്കാത്ത പരിവരുത്ത മണൽത്തരികൾ കൊണ്ട് നിബിഡമായ ഹബീബിന്റെ ആദ്യകാലത്തിന്റെ പള്ളിയുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാട്ടാളന്മാർക്ക് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻപാറകൾ നിറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ മക്കയിലെ കാട്ടറബികളെ ജീവിതത്തിന് നക്ഷത്രതുല്യരായി വാനലോകത്ത് പുഞ്ചിരിക്കുന്ന മഹാരഥന്മാരാക്കി മാറ്റിയ, കള്ളിനും പെണ്ണിനും മണ്ണിനും വേണ്ടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിക്കാൻ കഴിഞ്ഞ, പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട് പാടിക്കൊടുത്ത, ലോകത്തുള്ള ഏറ്റവും വലിയ കാട്ടാളന്മാരെ പോലും അല്ലാഹുവിന്റെ ദീനിന്റെ സംസ്കരണത്തിലേക്ക് കൊണ്ടുപോയ ഖത്താബിന്റെ മകൻ ഉമറിനെ ചുലിക്കുന്ന ജ്യോതിഷാക്കി മാറ്റിയ ഹബീബായ നബി തങ്ങളുടെ മസ്ജിദുൻ നബവി, ഈ ലോകത്തിലെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റിയായ മദീനയുടെ ആസ്ഥാന മന്ദിരമായ മദീനത്തുൻ നബവി,
ആ നബവിയുടെ ചുവട് പിടിച്ചിട്ടാണ് ലോകത്തിന്റെ പള്ളികൾ ഉണ്ടായത്. ആ പള്ളിയിലേക്ക് നൂറുകണക്കിന് അനുയായികളോട് പാഠങ്ങൾ പഠിക്കുന്ന പ്രവാചക സമക്ഷത്തിലേക്ക് മഹാനായ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത്, തഹിർനി യാ റസൂലല്ലാഹ്, നബിയേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. എന്തേ മായിസേ എന്ന് ചോദിക്കും. യാ റസൂലല്ലാഹ്, എൻ്റെ കടയിൽ ആരുമില്ലാത്തൊരു നേരത്തെൻ്റെ കടയിലേക്ക് വന്ന ഒരു സുന്ദരി പെണ്ണ്, അറിയാതെ ഞാൻ അവളുമായി സംസർഗത്തിൽ ഏർപ്പെട്ടുപോയി. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, ഞങ്ങൾ തമ്മിലായ ഏകാന്തതയിൽ ഒരു ശാരീരിക ബന്ധമുണ്ടായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മായിസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ സഹാബത്ത് മുഴുവനും അത്ഭുതപ്പെടുകയാണ്. കാരണം സൂഫിസത്തിന്റെയും പരിത്യാഗത്തിന്റെയും പ്രതീകമായ തങ്ങളുടെ ഇടയിൽ കറപുരളാട് നടന്ന മായിസാണോ ഇത് പറയുക? അവിശ്വസനീയമാം വിധം സഹാബത്ത് നോക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസേ മായിസേ മായിസേ, നീ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല. ആ പെണ്ണിനെ നീയും സ്പർശിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. ആ കുട്ടബോധത്തിന്റെ ആഴമളക്കാനല്ലാണ്ട് റസൂൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞപ്പോ തലയിൽ പിടിച്ചു വലിച്ചിട്ട് മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ ഇല്ല. തഹ്റിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. ഞാൻ അശുദ്ധനായി ഒഴിവ് കഴിവുകൾ പറയാനല്ല, ആരാരും കണ്ടിട്ടില്ല എന്നാലും ഏറ്റു പറയുകയാണ്. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ കുൽ അലയ്യ റഖീബു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ ഒറ്റയ്ക്കായി പോയാൽ ഫലാ തഖുൽ ഖലൗതു, ഞാൻ ഒറ്റയ്ക്കാണെന്ന് നീ കരുതണ്ട മോനെ. വലാകിൻ കുൽ അലയ്യ റഖീബു, ആ സമയത്ത് നീ പറയണം അലയ്യ റഖീബു, ഒരു കണ്ണുകൾ കൊണ്ട്, എൻ്റെ ഈ മുഖത്തിന്റെ നിസ്സാരമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത എൻ്റെ റബ്ബുണ്ടല്ലോ. ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ, എൻ്റെ ഈ മുഖത്തെ നിസ്സാരമായ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന എൻ്റെ റബ്ബിതറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന ബോധ്യത്തോടെ മായിസ് റളിയല്ലാഹു അൻഹു ഏറ്റു പറയുമ്പോ മഹാനായ റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ എന്നെ കല്ലെറിയണം നബിയേ, എന്നെ വ്യഭിചരിച്ചതിന് എന്നെ കല്ലെറിയണം നബിയേ. അവസാനം മായിസ് റളിയല്ലാഹു അൻഹുവിനെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മധ്യത്ത് നിർത്തിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ എറിയ സഹാബാ. മഹാന്മാരായ സഹാബത്തുകളുടെ വരെ കയ്യിലിരുന്ന കല്ലുകൾ കൊണ്ട് മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിയുമ്പോ ഇന്നലെ വരെ കൂടെ നടന്നവന്, ഇന്നലെ വരെ കൂടെ പറപ്പിനെ പോലെ സഹകരിച്ചവന്, ഇന്നലെ വരെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചവന്, ഇന്നലെ വരെ തങ്ങളുടെ കളിതമാസകളിൽ പങ്കെടുത്തവൻ, പക്ഷേ ദീനിന്റെ നിയമമല്ലേ സഹാബത്തുകൾ ഇങ്ങനെ കല്ലുകൾ എറിയുമ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ പച്ച ശരീരത്തിലേക്ക് കരിങ്കല്ലുകൾ വന്നൊരുമിച്ച് കൂടുന്നു. മഹാനവറുകളുടെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുന്നു. പാഞ്ഞു വന്ന ഏറുകളെല്ലാം ശരീരത്തിലേക്ക് സ്വീകരിക്കുമ്പോ മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല ഒരു കല്ലെടുത്തിട്ട് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ എറിയുമ്പോ ആ കല്ല് മായിസ് റളിയല്ലാഹു അൻഹുവിനെ നെറ്റിത്തടത്തിൽ പോയിക്കൊണ്ട് മഹാനവറുകളുടെ നെറ്റിത്തടം പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ചീറിത്തെറിക്കുമ്പോ ആ ചീറിത്തെറിച്ച ചോരയിൽ നിന്നൊരു ചോരത്തുള്ളി എറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് വന്നടിക്കുമ്പോ പച്ചരക്തം, മനുഷ്യന്റെ പച്ചരക്തം മുഖത്ത് തെളിച്ചപ്പോ അസഹനീയമായൊരു ദുർഗന്ധത്തോടെ മായിസ് റളിയല്ലാഹു അൻഹു ഛേ എന്ന് പറഞ്ഞിട്ട് തന്റെ പുറം കൈ കൊണ്ട് ആ രക്തം ഇങ്ങനെ തുടച്ചു മാറ്റി. അവസാനം ഏറുകളേറ്റ് ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തുടങ്ങി. മായിസ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി താഴെ വീഴുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഏറുകളേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട മായിസ് എന്ന ചെറുപ്പക്കാരനെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സെടുത്ത് തന്നെ മടിയിലേക്ക് വെക്കവേ
ഹബീബായ നബി തങ്ങളുടെ റിസാലത്തിന്റെ പൂങ്കരങ്ങളിൽ കെട്ടിപ്പിടിച്ചിട്ട് മായിസ് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഈ ഏറുകളേറ്റിട്ട് എൻ്റെ ശരീരത്തിൽ വേദന പടർന്നു കയറുമ്പോ ആ വേദന എനിക്ക് പ്രശ്നമല്ല നബിയേ, ഈ ഒഴുകുന്ന രക്തവും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ മരിച്ചിട്ട് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ പരലോകത്തേകനായി ഞാൻ നിൽക്കുമ്പോ ഇതേ പാപത്തിന്റെ പേരിൽ ഇനിയും ഞാൻ ശിക്ഷ വാങ്ങിക്കേണ്ടി വരുമോയാ റസൂലല്ലാഹ്? അതല്ല, ഈ രക്തം ഒലിച്ചു തീരുന്നതോടെ എൻ്റെ തൗബയും പടച്ചവൻ സ്വീകരിക്കുമോ? ആ സമയത്തല്ലാന്റെ റസൂലും മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ഇടരുന്ന കൈയെടുത്ത് കയ്യിൽ വെച്ചിട്ട്, മായിസേ ലാ യുഅദ്ദിബഹുല്ലാഹു ബിമറത്തൈനി, അള്ളാഹു ഒരു പാപത്തിന്റെ പേരിൽ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല മായിസേ. അവന് കരുണാവാരിധിയാണ്. ഈ ഒരു വേദനയോടെ നിന്റെ ഈ ശിക്ഷ മാപ്പാക്കപ്പെട്ടു, നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു മായിസേ എന്ന് പറയുമ്പോ മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ശ്വാസവും നിലച്ചു. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് നിസ്കാരത്തിന് പോകുമ്പോ ഇമാമത്ത് നിൽക്കാൻ ഹബീബായ നബി തങ്ങളാ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിച്ചിട്ട്, ഖാലിദേ നീയല്ലേ മായിദിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വന്ന രക്തം പുച്ഛത്തോടെ തുടച്ചു മാറ്റിയത്? എന്നാൽ അറിയുമോ ഖാലിദേ, എൻ്റെ ഈ മായിസ് ഇപ്പോൾ ചെയ്ത തൗബയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ 70 കപട വിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ ആ 70 കപട വിശ്വാസികൾ സ്വർഗത്തിലെത്തിക്കാൻ എൻ്റെ മായിസിന്റെ തൗബയ്ക്ക് കഴിയുമെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ താക്കീത് ചെയ്തു നബി മുഹമ്മദ് മുസ്തഫ. സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാ, പാപം ചെയ്യാത്തവരാരും ഉണ്ടാവുകയില്ല. കുല്ലു ബനി ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ സന്തതികൾ തെറ്റ് ചെയ്യുന്ന പ്രകൃതമാണുള്ളത്. അറിയാതെ ചെയ്തിട്ടുണ്ടാവോ, പ്രലോഭനത്തിൽ വീണ്ടിട്ടുണ്ടാവോ. നമ്മളാരും യൂസുഫ് നബിയെ പോലെയല്ലല്ലോ. ആ യൂസുഫ് നബിയുടെ ഈമാൻ നമുക്കില്ലല്ലോ. ആരാരുമില്ലാത്ത വിജനമായ വികുലതകളിൽ കരിങ്കൽ ഭിത്തികളുടെ താഴ്ഭാഗത്ത് ഏകാന്തതയുടെ നടുവിൽ ഒരാളും കാണാത്ത നേരത്ത് സുന്ദരിയായ സുലേഖ വന്ന് കെട്ടിപ്പിടിക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിന്റെ നറുമണം നാസാരന്ധ്രങ്ങളിലോട്ട് തുളച്ചു കയറുകയും അവളുടെ ആ മാതക ശരീരത്തിന്റെ ചൂടും ചൂരും തന്റെ വൈകാരിക ശരീരത്തിലോട്ട് പടർന്നു കയറുമ്പോ ആ സമയത്ത് അവളെ തന്റെ കൈകൾ കൊണ്ട് തള്ളി മാറ്റിയിട്ട് മാറിടം മാറിലേക്ക് വെച്ച് ചാഞ്ഞു കിടക്കുന്ന സുന്ദരി പെണ്ണിനെ തന്നെ കൈകൾ കൊണ്ട് തള്ളി മാറ്റിയിട്ട് കാലം എനിക്കെന്റെ റബ്ബിനെ പേടിയോ, എനിക്കെന്റെ റബ്ബിനെ പേടിയോ എന്ന് പറയാൻ പറ്റുന്ന ഈമാൻ അല്ലാഹു അഹ്മദ് കബീറിന് തന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും വശം മറ്റുപോയാലും പടച്ചവൻ നമുക്ക് തൗബ വെച്ചിരിക്കുന്നത് എന്തിനാ? തെറ്റ് ചെയ്തവനല്ലേ തൗബയുള്ളൂ, തെറ്റ് ചെയ്യാത്തവനെ തൗബ വേണ്ടല്ലോ. ഖുർആനിൽ സൂറത്തിന്റെ പേര് തന്നെ സൂറത്ത് തൗബ. ആ തൗബ എന്തിനാണ് സഹോദര നമുക്ക് വെച്ചത്? എൻ്റെ പെങ്ങളോട്, എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട്, എൻ്റെ സഹോദരങ്ങളോട് റഹ്മുറാഹിമായ റബ്ബ് നമുക്ക് തൗബ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല തുമ്മ യതൂബൂന മിൻ ഖരീബ്.
ഇന്നമ തൗബത്തു, എന്തിനാണ് പശ്ചാത്താപമെന്നറിയോ? ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. അറിവില്ലായ്മ കൊണ്ട് ഒരു അരുതായ്മ ചെയ്തു പോയാൽ അറിവ് വരുമ്പോൾ അത് തൗബ ചെയ്തു മാറ്റാനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ പെങ്ങളെ, വിമർശനത്തോടെയല്ല സ്നേഹബുദ്ധ്യത്തോടെ എന്നോടും ഉസീക്കും ഇബാറല്ലാ വയ്യായ ബിത്തക്കുവല്ലാ. വെള്ളിയാഴ്ച ഖത്തീബ് ഖുതുബയിൽ പറയുന്നത് നിങ്ങളോട് മാത്രമല്ലല്ലോ. ഉസീക്കും ഇബാറല്ലാ അവലം ബിനഫ്സി തഖ്വല്ലാ. ആദ്യം എൻ്റെ നഫ്സിനോട് പറയുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ തൗബ പടച്ചവൻ വെച്ചിരിക്കുന്നത്, ആ പടച്ചവൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് തെറ്റ് ചെയ്തവർക്ക് വേണ്ടിയാണ്. അങ്ങനെ നിന്റെ ഹൃദയത്തെ പരിശുദ്ധിയാക്കാനുള്ള സ്ഥലമാണ് പള്ളി എന്ന് ഈ മസ്ജിദ് ആയിഷ എന്തിനാണ്? നാളെ ചെറുപ്പക്കാരാ, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്ന നേരത്തെ എഴുന്നേറ്റ് വന്ന് ജമാഅത്ത് നമസ്കാരത്തിന് തൊട്ടു മുമ്പ് കുറച്ച് സമയം കിട്ടില്ലേ? ആ സമയത്ത് wudu എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബേ അല്ലാഹുവേ, കഴിഞ്ഞു പോയ കാലങ്ങളിൽ അറിയാതെ എത്രയെത്ര പാപങ്ങൾ ചെയ്തു പോയി, എത്രയെത്ര അരുതായ്മകൾ ചെയ്തു പോയി. നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ റബ്ബേ. എല്ലാ പാപങ്ങൾ ചെയ്തിട്ടും ഈ കൈ കൊണ്ടെത്ര പാപം ചെയ്തു. എന്നിട്ടും ഈ കൈ കൊണ്ട് ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ നീ എനിക്ക് ലാഭം തന്നല്ലോ. ഈ കാലുകൊണ്ട് ഞാൻ എത്ര പാപം ചെയ്തു റബ്ബേ. എന്നിട്ടും ആ കാലുകൊണ്ട് ഞാൻ നടന്നുപോയ കച്ചവടമൊക്കെ നീ നന്നാക്കി തന്നല്ലോ. പടച്ചവനെ, എന്റെ ഈ ശരീരം എത്ര പാപത്തിൽ ഞാൻ കൊണ്ടുപോയി വെച്ചു. എന്നിട്ടും ഇതേവരെ എന്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ ഇല്ലല്ലോ. എന്റെ നാവ് കൊണ്ട് എത്ര പാപം ഞാൻ പറഞ്ഞു പ്രചരിപ്പിച്ചു. എന്റെ നാവിന്റെ അറ്റത്തൊരു ക്യാൻസർ വന്നില്ലല്ലോ. എന്റെ കാലുകൾക്ക് പ്രശ്നം വന്നില്ലല്ലോ. ഇതെല്ലാം എനിക്ക് നിലനിർത്തി തന്ന അല്ലാഹ്, നിന്നെ ഞാൻ തിരിച്ചറിയുന്ന റബ്ബേ. ഈ ദിവസങ്ങളിൽ വന്ന് പടച്ചവനോട് പരിശുദ്ധിയെ തേടാനുള്ളതാണ് പള്ളി. അല്ലാഹു നമ്മുടെ മസ്ജിദ് ആയിഷേ അല്ലാഹു അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സമുദായത്തിന് പാപികൾ ആവശ്യമുണ്ട്. മുത്തക്കീങ്ങളെ മാത്രമല്ല, ഹാജിയാക്കന്മാരെ മാത്രമല്ല, സഹോദര സഹോദരി, പർദയും മക്കനെയും ഇട്ട പെണ്ണുങ്ങളെ മാത്രമല്ല, ഈ ഉമ്മത്തിന് പാപികൾ ആവശ്യമുണ്ട്. പാപികൾ എന്ന് പറഞ്ഞ് തള്ളിപ്പറയാനുള്ളതല്ല, ഈ ഉമ്മത്തിന് പാപികളെയും ആവശ്യമുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറ, ഈ സമുദായത്തിന് പാപികളെ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അധിക മനോഹർ ആദിയമൈത്തൊരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ്. അധിക ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ചൂട് 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 ഉറക്ക ചെല്ലുമാ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാടാപ്പാ. ആദിയമൈത്തൊരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ്. അധിക ദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിനത്തൻ്റെ സബി, വലതുല്ലമീനായി വന്ന നബി. ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി.